إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖിനാൽ നമ്മൾ ഓരോരുത്തരും കാത്തിരുന്ന പരിശുദ്ധ റമളാനിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് നൽകുന്ന അതിമഹത്തായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് പരിശുദ്ധ റമളാൻ വന്നു കിട്ടുക എന്നുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രണ്ടു പേരെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന രണ്ടുപേർ, ആ രണ്ടുപേരിൽ ഒരാൾ ഷഹീദാവുകയുണ്ടായി. രണ്ടാമത്തെ ആൾ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മരണപ്പെട്ടു പോയത്. മഹാനായ സഹാബി ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, ഫഉരീതുൽ ജന്നത, എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. അഥവാ അദ്ദേഹം സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. ഫറഅയ്തുൽ മുഅഖറ മിൻഹുമാ ഉദ്ഖില ഖബ്ല ഷഹീദ്, ആ രണ്ടു പേരിൽ ഷഹീദായ സഹാബിയേക്കാൾ മുന്നേ അതിനുശേഷം മരണപ്പെട്ടു പോയ സഹാബി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയാണ്. തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഫതഅജ്ജബ്തു ലിദാലിക്, ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. ഫഅസ്ബഹ്തു, അങ്ങനെ നേരം പുലർന്നു. ഫദകർതു ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ഈ വിവരം അറിയിക്കുകയുണ്ടായി. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ഖദ് സാമ ബഅദഹു റമളാന വസല്ല 6000 റകഅത്തിൻ ഔ കദാ വകദാ റകഅതൻ സ്വലാത്ത സനതി, രണ്ടാമത് മരണപ്പെട്ടു പോയ വ്യക്തി അദ്ദേഹം ആദ്യം ഷഹീദായ മനുഷ്യനേക്കാൾ ഒരു റമളാൻ കൂടി അദ്ദേഹത്തിന് അധികം കിട്ടിയില്ലയോ? അതുപോലെ തന്നെ അദ്ദേഹം 6000-ഓളം റക്അത്തുകൾ അതുപോലെയുള്ള നിസ്കാരം അദ്ദേഹം നിർവഹിച്ചില്ലയോ? അതുകൊണ്ടാണ് അദ്ദേഹം
നേരത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഈ ഹദീസിൽ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഷഹീദായ വ്യക്തിയേക്കാൾ ഒരു റമളാൻ അധികം കിട്ടിയതാണ്, ഒരുപാട് നിസ്കാരങ്ങൾ അധികം നിർവഹിച്ചതാണ് സാധാരണ വഫാത്തായി പോയ, മരണപ്പെട്ടു പോയ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് മുൻഗണന ലഭിക്കാനുള്ള കാരണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹം എത്ര വലുതാണ്. ഒരു റമളാൻ കൂടി അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ പരിശുദ്ധ റമളാനിനെ ഏറ്റവും നന്നായി മുതലെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യം ഇതായിരിക്കുമോ എൻ്റെ അവസാനത്തെ റമളാൻ എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ആയുസ്സിൽ എനിക്ക് അവസാനമായി നിശ്ചയിച്ച റമളാൻ ഈ റമളാൻ ആകുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ഈ റമളാനിനെ മുതലെടുക്കണോ അതോ പാഴാക്കിക്കളയണോ എന്ന് വിലയിരുത്തേണ്ടത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകളിൽ നമുക്ക് കാണാം, സല്ലി സലാത മുവദ്ദിഇൻ, നീ വിട പറയാൻ പോകുന്ന ഒരാൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതാ നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന ജുമുഅ നിസ്കാരം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ അവസാനത്തെ നിസ്കാരമെന്ന് നമുക്ക് വിവരം കിട്ടിയാൽ എന്തായിരിക്കും ആ നിസ്കാരത്തിൻ്റെ മേന്മയും മനോഹാരിതയും? എങ്ങനെയായിരിക്കും നമ്മൾ നിസ്കരിക്കുക? ജീവിതത്തിൽ ഇന്നേ വരെ നിസ്കരിക്കാത്ത രൂപത്തിൽ ഏറ്റവും മനോഹരമായി ഖുശൂഇൻ്റെ, ഭയഭക്തിയുടെ അങ്ങേയറ്റം നാം അതിൽ കൊണ്ടുവരും. മനസാന്നിധ്യത്തോടുകൂടി നമ്മൾ നിസ്കരിക്കും. അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർത്തുകൊണ്ട് നമ്മൾ നിസ്കരിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ എന്ന ഈ മാസം ഇത് നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റമളാനാണെന്ന് കണക്കുകൂട്ടി നമ്മളൊന്ന് പ്രവർത്തിക്കാൻ ഒരുങ്ങിയാൽ അതേറ്റവും മനോഹരമായിരിക്കും. അങ്ങനെ നമുക്ക് സാധിച്ചാൽ റമളാൻ മുതലെടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിനെ കുറിച്ച്, റമളാനിൻ്റെ വിധിവിലക്കുകൾ പറയുന്നതിൻ്റെ മുന്നേ സൂറത്തുൽ ബഖറയിൽ നമ്മെ അറിയിച്ചു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിക്കുകയാണ്, അല്ലയോ മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മുൻകഴിഞ്ഞു പോയ തലമുറകളിൽ നോമ്പെന്ന ഇബാദത്തുണ്ടായിരുന്നു എന്നതുപോലെ തന്നെ അള്ളാഹു നമുക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ, എന്താണ് നോമ്പ് കൊണ്ട് അള്ളാഹു നമ്മിൽ നിന്നും ഉദ്ദേശിച്ച ലക്ഷ്യം? അതാണ് അള്ളാഹു ആ ആയത്തിൽ അവസാനം പറഞ്ഞത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ പാലിച്ച് ജീവിക്കുന്ന ആളുകളായി തീരുവാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ ഈ ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളായി ജീവിക്കുവാൻ, ആ തഖ്വ മരണം വരെ നാം കൈമുതലാക്കുവാൻ, അതിനാണ് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതാണ് നോമ്പ് കൊണ്ട് അല്ലാഹു ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, പരിശുദ്ധ റമളാൻ എന്നത്, നോമ്പെന്നത് ഒരു സംസ്കരണ പാഠശാലയാണ്. ഒരു യൂണിവേഴ്സിറ്റി, ഒരു കോളേജ് എന്ന് പറയുന്നത് പോലെ, ഒരു മദ്രസ എന്ന് പറയുന്നത് പോലെ
ഈ ഒരു മാസക്കാലത്തെ സംസ്കരണ പാഠശാലയിൽ ജീവിച്ച് ഇത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട വിശേഷണം നാം തഖ്വ പാലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു എന്നതാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ലഅല്ലക്കും തത്തഖൂൻ എന്ന ആ വാക്കിനെ മഹാനായ മുഫസ്സിർ അൽ ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഫഇന്ന സിയാമ മിൻ അക്ബരി അസ്ബാബി തഖ്വ, തീർച്ചയായും നോമ്പ് എന്നത് തഖ്വ കൈക്കൊള്ളാനുള്ള ഏറ്റവും വലിയ ഒരു കാരണമാണ്. സഹോദരങ്ങളെ, നോമ്പിലൂടെ നമുക്ക് എങ്ങനെയാണ് തഖ്വ വന്ന് ലഭിക്കുന്നത് എന്നത് അദ്ദേഹം വിശദീകരിക്കുന്നു. അതിലൊന്നാമത്തെ കാര്യം, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഭക്ഷണപാനീയങ്ങളും ലൈംഗിക ആഗ്രഹങ്ങളും തുടങ്ങി മനസ്സിന് ആഗ്രഹമുള്ള പലതും അള്ളാഹുവിനു വേണ്ടി ഒരടിമ ഉപേക്ഷിക്കുകയാണ്. നാം ഫജ്ർ ഉദിച്ചതു മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നത് സഹോദരങ്ങൾ എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്ക് വേണ്ടിയാണ്. നാം പട്ടിണി കിടന്നതും നമ്മുടെ ഇഷ്ടങ്ങൾ നാം മാറ്റിവെച്ചതും നമ്മുടെ റബ്ബിന് വേണ്ടിയിട്ടാണ്. അത് യഥാർത്ഥത്തിൽ തഖ്വയാണ്, തഖ്വയിൽപ്പെട്ട കാര്യമാണത്. ഈ കാര്യമാണ് നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്കുണ്ടായിരിക്കേണ്ടത്. ജീവിതത്തിലുടനീളം അള്ളാഹുവിന് തൃപ്തികരമായ ജീവിതം നയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹു നമ്മോട് വിലക്കിയ കാര്യങ്ങൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് റബ്ബിനെ പ്രീതിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അത് നോമ്പിലൂടെ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ആരോരും കാണുന്നില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. അൽ മുറാഖബ എന്നാണ് അതിന് പറയുക. അള്ളാഹു റഖീബാണ്, അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് എന്ന ചിന്ത ഒരു നോമ്പുകാരന് സദാസമയം ഉണ്ടാകും. അതുകൊണ്ടാണ് ആരുമില്ലെങ്കിലും ആരും കണ്ടില്ലെങ്കിലും എല്ലാം കയ്യിലുണ്ടായിട്ടും തിന്നാത്തതും കുടിക്കാത്തതും അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ തീർക്കാത്തതും, ആര് കണ്ടില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നു, എൻ്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നു എന്ന ചിന്ത ഒരു നോമ്പുകാരന് ലഭിക്കും. അത് തഖ്വയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നതിൽപ്പെട്ടതാണത്. ഒരാളും കണ്ടില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നു എന്ന ചിന്തയോടുകൂടി ജീവിക്കുക എന്നത് തഖ്വയാണ്. അത് നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കൊണ്ട് പിശാചിൻ്റെ ഇടപെടലുകൾ അവൻ്റെ ശരീരത്തിൽ ക്ഷയിച്ചു പോകുന്നു. കാരണം പിശാച് രക്തധമനികളിലൂടെ സഞ്ചരിക്കും. എന്നാൽ വിശപ്പും ദാഹവുമായി നടക്കുന്ന ഒരു നോമ്പുകാരനിൽ പിശാചിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ വല്ലാതെ പണി പോവുകയില്ല. പിശാചിന് ഞെരുക്കമുണ്ടാകും. അങ്ങനെ ഞെരുക്കമുണ്ടാകുമ്പോൾ പിശാചിനെ അതിജയിച്ചുകൊണ്ട് ഒരടിമ റബ്ബിനനുസരിക്കും. അത് തഖ്വയാണ്. അത് ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കേണ്ടതാണ്. പൈശാചികമായ എല്ലാവിധ വസ്വാസുകളും ഒരു മനുഷ്യനെ പിന്തുടരും. സിറാത്തുൽ മുസ്തഖീമിന് കുറുകെ പിശാച് വന്നിരിക്കും. അവിടെയൊക്കെ പിശാചിൻ്റെ ആ മാർഗത്തിൽ നിന്ന് മാറി അള്ളാഹുവിൻ്റെ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടക്കുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. നോമ്പിലൂടെ നമുക്കത് ലഭിക്കുന്നു. അത് തഖ്വയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നോമ്പ് കാലത്ത് സൽക്കർമ്മങ്ങൾ പൊതുവെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തി നൽകുമാറാവട്ടെ. നമ്മൾ നോക്കൂ, നോമ്പ് കാലത്ത് മറ്റുള്ള സമയങ്ങളിലൊന്നും സാധിക്കാത്ത രൂപത്തിൽ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് കൊണ്ട് നമുക്ക് ലക്ഷ്യമാക്കിയിട്ടുള്ളത് തഖ്വയാണ്.
ആ തഖ്വയിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ധാരാളമായി പ്രവർത്തിക്കുക എന്നുള്ളത്. മറ്റുള്ള മാസങ്ങളില്ലാത്ത രൂപത്തിൽ കൃത്യമായി ജമാഅത്തിന്, അതുപോലെ ഖുർആൻ പാരായണം, രാത്രി നിസ്കാരം, ദിക്റുകൾ, ദുആകൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊതുവെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നത് അത് ഈ നോമ്പ് കാരണത്താലാണ്. ആ കാര്യങ്ങൾ സഹോദരങ്ങളെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് അല്ലാഹു തഖ്വ കൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. എല്ലാ കാലത്തും ഈ പറഞ്ഞതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ മറ്റൊരു കാര്യം, നോമ്പ് എന്നത് ഏതൊരു ധനികനെയും വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും പ്രയാസങ്ങൾ, വിഷമങ്ങൾ അറിയിക്കുന്നുണ്ട്. എത്ര സമ്പന്നനാണെങ്കിലും എത്ര വലിയ ധനികനാണെങ്കിലും മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ റമദാനിൽ നോമ്പെടുക്കണം. നോമ്പെടുത്താൽ വിശപ്പും പട്ടിണിയും ദാഹവും ഒക്കെ ഉണ്ടാകും. അതെല്ലാവരും രുചിച്ചറിയും. എത്ര സമ്പത്ത് കുന്നുകൂടി ഉണ്ടായാലും ഈ പറഞ്ഞ കാര്യം എല്ലാവരും അറിയും. അതുകൊണ്ട് തന്നെ സമ്പന്നനായ ഒരു മനുഷ്യന് പാവങ്ങളുടെ പട്ടിണിയും പ്രയാസങ്ങളും വിഷമങ്ങളും തിരിച്ചറിയാനുള്ള മാനസികാവസ്ഥ അതിലൂടെ അവന് ലഭിക്കും. അപ്പോഴാണ് ദാനധർമ്മങ്ങൾ ചെയ്യാൻ അയാളെ പ്രേരിപ്പിക്കുക. അത് നോമ്പിലൂടെയാണ് കിട്ടുന്നത്, അത് റമദാനിലൂടെയാണ് കിട്ടുന്നത്. ഈ പറഞ്ഞതെല്ലാം സഹോദരങ്ങളെ തഖ്വ എന്നതിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. ഇതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും നോമ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് നേടിയെടുക്കുന്നവരായിരിക്കണം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. അഥവാ തഖ്വ എന്നാൽ, തഖ്വക്ക് ധാരാളം നിർവചനങ്ങൾ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. അതേറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ കേട്ട ചില കാര്യങ്ങളാണ്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവന് ഇബാദത്തുകൾ ചെയ്യുക, അതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ തഖ്വ. സഹോദരങ്ങളെ, ഇത് നമ്മുടെ നോമ്പിൽ നമുക്ക് കിട്ടണം. എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മളാണ് പരിശോധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. നോമ്പുകാർ, ഞാനും നിങ്ങളും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ചില ഹദീസുകൾ നമുക്ക് ഇപ്രകാരം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. എത്ര നോമ്പുകാരുണ്ട്, അവൻ്റെ നോമ്പിൽ നിന്ന് അവന് പട്ടിണിയല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല. വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്ര രാത്രി നിസ്കാരക്കാരുണ്ട്, അവരുടെ രാത്രി നിസ്കാരം കൊണ്ട് അവരുടെ ഉറക്കം നഷ്ടപ്പെടുക എന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. സഹോദരങ്ങളെ, ഈ താക്കീത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഒരുപാട് നോമ്പുകാരുണ്ട്, പട്ടിണി മാത്രമേ അവർക്കുള്ളൂ, പ്രതിഫലങ്ങളില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നോമ്പ് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച തഖ്വയോ നോമ്പിൻ്റെ ശ്രേഷ്ഠതയോ പ്രത്യേകതകളോ പ്രതിഫലമോ ഒന്നും നേടിയെടുക്കാതെ കേവലം പട്ടിണി മാത്രം നേടിയെടുക്കുക എന്നത്, ഒരുപാട് നോമ്പുകാർ അങ്ങനെ ഉണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തുകൊണ്ടാണത്? നോമ്പിൽ പാലിക്കേണ്ട മര്യാദകൾ അവർ പാലിച്ചില്ല. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെ തഖ്വയോടുകൂടി ജീവിക്കലാണ് നോമ്പിൻ്റെ ലക്ഷ്യം. അതില്ലാതെ നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ നാവും നമ്മുടെ ശരീരവും ഇതൊന്നും പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കാത്ത രൂപത്തിൽ കേവലം ഒരു പട്ടിണി. എല്ലാവരും നോമ്പെടുക്കുന്നു, ഞാനും നോമ്പെടുത്തു, എന്നാൽ മറ്റുള്ള 11 മാസത്തെ പോലെ തന്നെ റമദാനിലും അതുവരെ കേട്ട ഹറാമുകളൊന്നും നിർത്തിയില്ല, അതുവരെ കണ്ട ഹറാമുകളൊന്നും നിർത്തിയില്ല, അതുവരെ ഏർപ്പെട്ട ഹറാമുകളൊന്നും നിർത്തിയില്ല, അതുവരെ ചെയ്ത പാപങ്ങളൊന്നും അവസാനിപ്പിച്ചില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റുബ്ബ സായിമിൻ, എത്ര നോമ്പുകാരുണ്ട്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ', പട്ടിണി മാത്രമേ അവൻ്റെ നോമ്പിൽ അവനുള്ളൂ. അതുപോലെ സഹോദരങ്ങളെ, റമദാനിലെ മഹത്തായ ഒരു ഇബാദത്താണ്
രാത്രി നിസ്കാരം എന്നുള്ളത് ഇത് വർഷം മുഴുവനുമുണ്ട്. എന്നാൽ റമദാനിൽ പ്രത്യേകമായി മുസ്ലിമീങ്ങൾ ജമാഅത്തായി അത് നിർവഹിക്കും. എന്നാൽ എത്രയോ നിസ്കാരക്കാരുണ്ട്, രാത്രി നിസ്കാരക്കാർ, അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എന്നതല്ലാതെ അതുകൊണ്ട് മറ്റൊന്നും ലഭിച്ചില്ല. എന്തുകൊണ്ടാണ്? ആ നിസ്കാരത്തിൽ അലസതയോടെയും മനസാന്നിധ്യമില്ലാതെയും അങ്ങനെ എല്ലാവരും തറാവിക്കുന്നു, നമ്മളും തറാവിക്കുക. ഈ രൂപത്തിൽ ഒരു നിസ്കാരം ഉണ്ടാവാൻ പാടില്ല. മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ നന്മകളും മുതലെടുത്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാകുമോ, ഈ റമദാനിലൂടെ ആയിരിക്കുമോ അള്ളാഹു എനിക്ക് നരകമോചനം നിശ്ചയിച്ചത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പണിയെടുക്കാൻ, പ്രവർത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ കൊണ്ട് നമ്മിൽ നിന്നും ഉദ്ദേശിച്ച തഖ്വ അത് ജീവിതത്തിലുടനീളം പാലിച്ചു ജീവിക്കാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് കൊണ്ട് നിശ്ചയിച്ചത്, ഉദ്ദേശിച്ചത് തഖ്വയാണ് എന്ന് നാം മനസ്സിലാക്കി. നമ്മുടെ ശരീരത്തിന് പട്ടിണിയും വിശപ്പും ദാഹവും കൊണ്ട് നോമ്പാണ്, നമ്മുടെ മനസ്സിനും നോമ്പാണ്. അതോടൊപ്പം നമ്മുടെ നോമ്പ് ആ നോമ്പിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചതായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. മൻ ലം യദഅ ഖൗല الزൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ആരെങ്കിലും വ്യാജ വർത്തമാനങ്ങളും അതുപോലെയുള്ള മോശമായ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണെന്ന് നോക്കൂ സഹോദരങ്ങളെ. ഭക്ഷണവും പാനീയവും ഒരു മനുഷ്യന് ഇഷ്ടമുള്ള പലതും ഉപേക്ഷിച്ചു. പക്ഷേ റമദാനിൽ അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞ തിന്മകൾ, തെറ്റുകൾ, പാപങ്ങൾ, നോമ്പിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ, നോമ്പിൻ്റെ പ്രതിഫലങ്ങൾ ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങൾ ഒരാൾ ഒഴിവാക്കിയില്ല എങ്കിൽ അള്ളാഹുവിന് അവൻ്റെ പട്ടിണി കൊണ്ട് യാതൊരു ആവശ്യവുമില്ല എന്നാണ്. അഥവാ അള്ളാഹു അവൻ്റെ നോമ്പിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല, അള്ളാഹു അവൻ്റെ നോമ്പിന് പ്രതിഫലം നൽകുകയില്ല. സഹോദരങ്ങളെ, എത്ര വലിയ നഷ്ടമാണെന്ന് നോക്കൂ നിങ്ങൾ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്യാമു ജുന്നത്തുൻ, നോമ്പ് എന്നതൊരു പരിചയാണ്. ഫഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്. സഹോദരങ്ങളെ, നമുക്കറിയാം പരിച എന്നത് സംരക്ഷണത്തിന്, സുരക്ഷിതത്വത്തിന് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. നോമ്പും അങ്ങനെ തന്നെയാണ്. ദുനിയാവിലെ തിന്മകളിൽ നിന്ന് നോമ്പ് നമുക്കൊരു പരിചയമാണ്. അതുപോലെ തന്നെ നരകത്തിൽ നിന്നും, ആ നരകത്തിലെ ശിക്ഷയിൽ നിന്നും നമുക്കൊരു പരിചയമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ നോമ്പിലായിരിക്കെ നിങ്ങൾ മോശമായ വർത്തമാനങ്ങൾ, അതുപോലെയുള്ള തിന്മകളിൽ, അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. അതുപോലെ അവൻ വല്ലാതെ ഒച്ചയിടരുത്, അട്ടഹസിക്കരുത്, ആർത്തു വിളിക്കരുത്. ഇനി ആരെങ്കിലും അവനെ ചീത്ത വിളിക്കുകയാണെങ്കിൽ, ആരെങ്കിലും തല്ലുകൂടാൻ വരികയാണെങ്കിൽ
ഫല്യഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, ഇന്നിമ്രുഉൻ സായിമുൻ, തീർച്ചയായും ഞാൻ നോമ്പുകാരനാണ്, ഞാനൊരു നോമ്പുകാരനാണ് എന്നവൻ പറഞ്ഞുകൊള്ളട്ടെ. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നോക്കൂ, നോമ്പ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി എടുക്കാൻ, അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് ഈ പറഞ്ഞ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഉദ്ദേശിച്ച ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പരിശുദ്ധ റമളാൻ സമൃദ്ധമാക്കാൻ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബാദത്തുകൾ, അള്ളാഹുവിനുള്ള അനുസരണങ്ങൾ നാം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നോമ്പിന് പുറമെ റമളാനിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഇത് ഖുർആനിൻ്റെ മാസമാണ്. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാനും, ധാരാളമായി ദിക്റുകളിൽ മുഴുകാനും, സൽക്കർമ്മങ്ങളിൽ മുഴുകാനും, അതുപോലെ രാത്രി നിസ്കാരം കൃത്യമായി ഏറ്റവും നല്ല രൂപത്തിൽ അങ്ങനെ നിസ്കരിക്കാനും നിർവഹിക്കാനും ഒക്കെ പരമാവധി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നത് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നല്ല രൂപത്തിൽ റമളാനിനെ മുതലെടുക്കുന്ന സത്യവിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങൾ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്കും പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കും ശിഫാവും ആശ്വാസവും തുറവിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.